ചരിത്രത്തിലാദ്യമായി LDF-ന് മൂന്നാം തവണയും തുടർ ഭരണം നേടുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭരണവിരുദ്ധ വികാരമില്ലെന്നും മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയനാണ് യോഗ്യനെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPIM-നെ വെല്ലുവിളിച്ച് UDF-നായി മത്സരിച്ചവർ തോൽക്കുമെന്നും MV ഗോവിന്ദൻ. തോറ്റാൽ ആരാകും പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യത്തിന് പാർട്ടി ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. പാചകവാതകത്തിന് വില കൂട്ടിയതോടെ സംസ്ഥാനത്ത് ഹോട്ടലുകളിൽ പ്രതിസന്ധി തുടരുന്നു. വില കുറക്കാതെ മുന്നോട്ടു പോകാനാവില്ല എന്ന നിലപാടിലാണ് ഹോട്ടൽ ഉടമകൾ. വിഷയം പരിഗണിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനും തീരുമാനം ഹോട്ടൽ ഉടമകൾക്കും കാറ്ററിംഗ് സർവീസുകാർക്കും ഇരുട്ടടിയായി. വാണിജ്യ സിലിണ്ടറിന്റെ വില കൂട്ടിയതോടെ ആശങ്കയിലാണ് ആളുകൾ. പലയിടത്തും 19 കിലോ സിലിണ്ടറിന്റെ വില 3100-ന് മുകളിലാണ്. ഇത്രയും വില കൊടുത്ത് പാചകവാതകം വാങ്ങുന്നത് വലിയ നഷ്ടമാണെന്നും മുന്നോട്ടു പോകാനാകാത്ത സാഹചര്യത്തിലാണെന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നു. എക്സിറ്റ് പോളുകളെ തള്ളാതെയും കൊള്ളാതെയും BJP 14 സീറ്റുകളിൽ വിജയം പ്രവചിച്ച എക്സിറ്റ് പോളുകളിലാണ് NDAയുടെ പ്രതീക്ഷ. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ചാത്തന്നൂർ, തിരുവല്ല, തൃശൂർ, പാലക്കാട്, മഞ്ചേശ്വരം എന്നീ സീറ്റുകളിലാണ് BJP വിജയം പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം 20 സീറ്റുകളിൽ രണ്ടാമതെത്തുമെന്നും NDA നേതൃത്വം വിലയിരുത്തുന്നു. എക്സിറ്റ് പോളുകൾക്കും അപ്പുറത്ത് നേട്ടമുണ്ടാകുമെന്നാണ് BJP നേതാക്കൾ ഇന്ന് പ്രതികരിച്ചത്. കേരളത്തിൽ തൂക്കുസഭ വരുമെന്നും BJP നിർണായക ശക്തിയാകുമെന്നും ആറന്മുളയിലെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക് സെറ്റ്കോ ന്യൂസ്.